വാഷിംഗ്ടണിൽ യാത്രാവിമാനവും ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർ എല്ലാവരും മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. അപകടത്തിൽപ്പെട്ട യാത്രാവിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പോട്ടോമാക് നദിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തു. അപകട കാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരുത്താൻ ഇതിലൂടെ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതുവരെ 28 മൃതദേഹങ്ങളാണ് പൊട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തത്. നദിയിൽ മുങ്ങി നടത്തുന്ന തെരച്ചിലിന് വിമാനത്തിന്റെ കൂറ്റൻ ലോകഭാഗങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയും ഡൈവേഴ്സിന്റെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത്. യാത്രാവിമാനത്തിൽ 64 പേരും ഹെലികോപ്റ്ററിൽ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും മരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. 2009 ശേഷം USലുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത്. വാഷിംഗ്ടൺ DC-യിലെ റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് വന്ന യാത്രാവിമാനമാണ് സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത്. അപകട കാരണത്തെക്കുറിച്ച് US അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതായി US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വ്യക്തമാക്കി.